നമ്മൾ ചില മനുഷ്യർക്ക് ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിലൊക്കെ ഉണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും ഒരു ബിലീഫ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യത്തിന് മറികടന്ന് മുന്നോട്ട് പോവുകയില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാട്ടോ, ഇപ്പം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ എന്റെ അടുത്ത് സംസാരിക്കാതിരിക്കുവോ, അല്ലെങ്കിൽ അവരെന്റെ അടുത്ത് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുവോ, അല്ലെങ്കിൽ അവരെന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പൊ ചിന്തിക്കുന്ന കാര്യം എന്താ, എനിക്ക് പണം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ എന്റെ അടുത്ത് കമ്പനി ആവാത്ത, അല്ലെങ്കിൽ അവർക്കാർക്കും എന്നെ താല്പര്യം ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ തടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കാണാൻ അത്ര ഭംഗിയില്ല, അതുകൊണ്ടാണ് അവരെന്നെ അവോയ്ഡ് ചെയ്യുന്നത്. ഇനി കേട്ടോ നമ്മളൊക്കെ ചിന്തിക്കോ, നോർമലി എല്ലാവരും, ഞാനൊക്കെ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്ക് പണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആട്ടോ, അപ്പൊ അധികം പഠിക്കാത്തതുകൊണ്ടായിരിക്കും ഇവരെന്നെ കൂടെ കൂടാതെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാളാണ്. പക്ഷെ നമ്മുടെ കണ്ണില് മഞ്ഞപ്പിത്തം ബാധിച്ചത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മഞ്ഞയായിട്ട് തോന്നുന്നത്. നമ്മൾ അവരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനേ പോണില്ല. ആരെങ്കിലും ഒരാൾ മിണ്ടാതിരിക്കുവോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പണമില്ലാത്തവനല്ലേ, അതുകൊണ്ടാണ് അവർക്കാർക്കും എന്നെ വിലയില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്നെ കാണാൻ കൊള്ളൂലല്ലോ, അതുകൊണ്ട് അവരാരും എന്റെ കൂടെ കൂട്ടാത്തത്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആ വിശ്വാസം നമ്മളിങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സിറ്റുവേഷൻസ് വന്നാലും ഒരിക്കൽ പോലും നമ്മൾ ആ വിശ്വാസങ്ങളൊക്കെ മാറ്റിയിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ, അല്ലെങ്കിൽ ഇതിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ അതെന്താ അങ്ങനെ റീസൺ വരുന്നത്, ഇങ്ങനെ അതൊന്നും ചിന്തിക്കാൻ നമുക്ക് താല്പര്യമേ ഇല്ല. നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, എനിക്ക് പണമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ടായിരിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനപ്പുറത്ത് അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ കണ്ടെത്താവുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു വിശ്വാസം നമ്മൾ അവിടെ ഉറപ്പിച്ചു വെച്ചു. ഈ വിശ്വാസമാണ് നമ്മുടെ ലൈഫിന്റെ മുമ്പിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് റീസൺസ് വന്നാലും അതുകൊണ്ടായിരിക്കാം എന്നോട് ഇങ്ങനെ. പക്ഷെ നമുക്ക് അതിന്റെ അപ്പുറത്തുള്ളതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഈ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ള ഈ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നു പറയില്ല, അത് ആ ഒരു കളർ നമ്മൾ മാറ്റേണ്ട അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് അതിന്റെ റിയാലിറ്റി മനസ്സിലാവുള്ളൂ, അത് റീസൺ. ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ പറയാം, എന്റെ ലൈഫിൽ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ എനിക്കറിയാം, എനിക്കിപ്പോ കോളേജ് കാലം സ്കൂൾ ലൈഫ് ഒന്നും തിരിച്ചു കിട്ടില്ല. ഇപ്പൊ എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ഞാനൊരു ഉൾവലിഞ്ഞ ക്യാരക്ടറാണ്. എനിക്ക് ആരുമായിട്ട് അധികം മിങ്കിൾ ചെയ്ത് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്, അധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ വിട്ടു നിന്നിട്ടുണ്ടായിരുന്നത്, ആരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലാതെ അവരിൽ ആർക്കും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന്.